എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14 ക്ലാസ്സുകൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് അത് സംബന്ധമായ നമ്മുടെ 15ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പഠനം സംബന്ധമായ തിയറികളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പഠന സംബന്ധമായ സിദ്ധാന്തങ്ങൾ. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ ബിഹേവിയറിസ്റ്റ് തിയറികളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി 2-3 ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നത് കോഗ്നിറ്റീവ് തിയറികളാണ്, അഥവാ വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ. ആ കൂട്ടത്തിൽ 1ാമത്തെ സിദ്ധാന്തമായ നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, ഇൻസൈറ്റ് ലേണിംഗ് തിയറി. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം മനഃശാസ്ത്രത്തിലെ ഒരു വിഭാഗമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. വെർത്തീമർ, കോഫ്ക, കോഹ്ലർ, ഈ 3 ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരാണ് ഇങ്ങനെ ഒരു പുതിയ മനഃശാസ്ത്ര വിഭാഗം രൂപം കൊള്ളാൻ കാരണം. അവരാണ് ഇങ്ങനെ ഒരു പുതിയ ചിന്ത മുന്നോട്ട് വെച്ചത്. അങ്ങനെ അവർ പുതിയൊരു മനഃശാസ്ത്ര വിഭാഗം രൂപം നൽകുവാൻ കാരണം അന്നത്തെ പഠന രീതിയോടുള്ള വിയോജിപ്പാണ്. മനഃശാസ്ത്രത്തിൽ അന്ന് നടന്ന പഠന രീതി മോളിക്കുലാർ സമീപനമായിരുന്നു. ആ രീതിയോട് അവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. മോളിക്കുലാർ സമീപനം എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ സാഹചര്യത്തിലെ അവിടെയുള്ള സൂക്ഷ്മമായ അംശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നടന്നത്. അങ്ങനെയല്ല പഠനം നടക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞത് ഒരു സാഹചര്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ ആ സാഹചര്യത്തെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് വേണം പഠിക്കാൻ. കാരണം നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ സമഗ്രതകളെയാണ്. അതുകൊണ്ട് തന്നെ സമഗ്രമായുള്ള പഠന രീതിയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് അവർ രൂപം കൊടുത്തതാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. സൂക്ഷ്മാംശങ്ങളെ കുറിച്ച് പഠിക്കുന്നവർ പറഞ്ഞു, സൂക്ഷ്മാംശങ്ങളുടെ കൂടിച്ചേരലിന്റെ ഫലമാണ് ഈ നാം കാണുന്നത് എന്തും എന്ന സമീപനമായിരുന്നു മോളിക്കുലാർ സമീപന രീതി സ്വീകരിച്ചവരുടെ വാദം. അവർ പറഞ്ഞു അത് ശരിയല്ല, നമ്മളൊരു സാഹചര്യത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ട് സമഗ്രതയെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും അങ്ങനെ തന്നെ ആണല്ലോ. അതുകൊണ്ട് പുതിയ പഠന രീതി വരണം. അതിനു വേണ്ടിയിട്ടാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന മനഃശാസ്ത്ര വിഭാഗം രൂപം നൽകപ്പെട്ടത്. ഗസ്റ്റാൾട്ട് എന്ന പദത്തിന്റെ അർത്ഥം സമഗ്ര സ്വരൂപം അഥവാ ഒരു സന്ദർഭത്തിന്റെ സമഗ്ര ഭാവം എന്നാണ്. സമഗ്ര രൂപമാണ് അംശങ്ങളെക്കാൾ പ്രധാനം എന്നാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രരുടെ പക്ഷം. ഒരു സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ സന്ദർഭത്തിലുള്ള ഓരോരോ അംശങ്ങളെ കുറിച്ചല്ല, അതിനെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് അതിൻ്റെ സമഗ്ര രൂപമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. പഠനത്തിലും സന്ദർഭങ്ങളും അനുഭവങ്ങളും സമഗ്ര രൂപത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരുടെ പക്ഷം. അത്തരം പഠനത്തിന് ഇൻസൈറ്റ് ലേണിംഗ് അഥവാ ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം എന്നാണ് അവർ പേര് വെച്ചത്. ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് വെച്ചത് കോഹ്ലർ എന്ന മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ഈ രീതിയിലുള്ള പഠനത്തിന് ഇൻസൈറ്റ് ലേണിംഗ് അഥവാ അന്തർദൃഷ്ടി പഠനം എന്ന പേര് വെച്ചത്. കോഹ്ലർ നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ചിമ്പാൻസികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയേറെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയത്. ആ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം എത്തിയ അനുമാനം ഏറ്റവും ഉയർന്ന പഠനം നടക്കുന്നത് അന്തർദൃഷ്ടി പഠനത്തിലൂടെയാണ്, അഥവാ ഇൻസൈറ്റ് ലേണിംഗ് വഴിയാണ് ഏറ്റവും ഉയർന്ന പഠനം നടക്കുന്നത് എന്നാണ് കോഹ്ലർ ആ പരീക്ഷണങ്ങളിലൂടെയൊക്കെ അനുമാനിച്ചെടുത്തത്. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിന് പല പരിഹാരങ്ങളും നമ്മൾ നോക്കി, പക്ഷേ അതൊന്നും വിജയിച്ചില്ല. പെട്ടെന്ന് ഒരു പരിഹാരം നമ്മുടെ മനസ്സിലേക്ക് ഒരു മിന്നൽ പോലെ വരുന്നു. അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരം വരുന്ന രീതിയെയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രശ്ന സന്ദർഭത്തിന്റെ നിർദ്ധാരണം പെട്ടെന്ന് വ്യക്തമാക്കുന്ന അഥവാ അതിനെക്കുറിച്ചുള്ള ധാരണ ഒരു ഞൊടിയിടയിൽ ഒരു മിന്നൽ പോലെ പ്രത്യക്ഷമാകുന്ന പ്രക്രിയയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് സംബന്ധമായി ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: ഒരു പ്രശ്നത്തിന്റെ വ്യത്യസ്ത അംശങ്ങൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രശ്നപരിഹരണം നടത്തുന്ന രീതി. സംശയമില്ല, ഇൻസൈറ്റ് ലേണിംഗ് അഥവാ ഉൾക്കാഴ്ച എന്നാണ് അതിൻ്റെ അർത്ഥം. 2 കാരണങ്ങളാൽ നമുക്ക് ആ ഉത്തരം ശരിയാണെന്ന് മനസ്സിലാക്കാം. ഒന്ന്, പെട്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് തിരിച്ചറിഞ്ഞ്.
രണ്ടാമതായിട്ട് ഒരു അംശത്തെ എടുത്തുകൊണ്ടല്ല, ആ പ്രശ്നത്തിന്റെ വ്യത്യസ്ത അംശങ്ങൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, അഥവാ ആ പ്രശ്നത്തെ മൊത്തത്തിൽ എടുത്തുകൊണ്ടാണ് അതിന്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത അംശങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്ന രീതിയാണ് ഇൻസൈറ്റ് ലേണിംഗിൽ ഉണ്ടാവുക. രണ്ടാമതായിട്ട് അതിന്റെ പരിഹാരം പെട്ടെന്നാണ് അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വരിക. അപ്പൊ ഇത് ഇൻസൈറ്റ് എന്നതാണ് അതിന്റെ ഉത്തരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് ഈ വിഷയകമായിട്ട് കോഹ്ലർ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ പരിശോധിക്കാം. പ്രധാനമായും അദ്ദേഹം 4 പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പരീക്ഷണം, സുൽത്താൻ എന്ന പേരുള്ള ഒരു ചിമ്പാൻസിയെ അദ്ദേഹം ഒരു കൂട്ടിലടച്ചു. കൂടിനകത്ത് ഒരു വടിയും വെച്ചു, കൂടിന് പുറത്ത് കുറെ വാഴപ്പഴങ്ങളും വെച്ചു. വാഴപ്പഴം കണ്ട ചിമ്പാൻസിക്ക് അതെങ്ങനെയെങ്കിലും കിട്ടണമെന്ന മോഹമുണ്ടായി. അതിനു വേണ്ടിയിട്ട് പുറത്തേക്ക് കൈയിട്ടു, കുറെ ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ നിരാശനായിട്ട് അവൻ ആ കൂടിന്റെ മൂലയിൽ ഇങ്ങനെ ഇരുന്നു. പെട്ടെന്നാണ് കൂടിന്റെ ഉള്ളിലുള്ള വടി ചിമ്പാൻസി കാണുന്നത്. അപ്പൊ ഈ വടി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് പെട്ടെന്ന് ചിമ്പാൻസിയുടെ മനസ്സിൽ തോന്നി. അങ്ങനെ ആ വടിയെടുത്തു, പുറത്തുള്ള പഴം വടി കൊണ്ട് നീക്കി പഴം കയ്യിലാക്കി. ഇതാണ് കോഹ്ലർ നടത്തിയിട്ടുള്ള ഒന്നാമത്തെ പരീക്ഷണം. രണ്ടാമതായി അദ്ദേഹം നടത്തിയ പരീക്ഷണം ഏതാണ്ട് ഒന്നാമത്തെ പരീക്ഷണം പോലെ തന്നെയാണ്, പക്ഷേ അല്പം ഒരു മാറ്റമുണ്ട്. കൂടിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു വടിയല്ല 2 വടി വെച്ചു. ഈ 2 വടിയും കൂടി ചേർത്താൽ മാത്രമേ പുറത്തുള്ള പഴം കിട്ടുമായിരുന്നുള്ളൂ. 2നെയും കൂടി ചേർത്തിട്ട് ഒരു വടിയാക്കണം, എന്നിട്ട് നീട്ടിയാൽ മാത്രമേ പുറത്തുള്ള പഴം കിട്ടുമായിരുന്നുള്ളൂ. ചെറിയ വടിയുടെ ഒരറ്റം വലുതിന്റെ അഗ്രത്തിൽ കയറ്റി വെച്ച് വലിയൊരു വടിയാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ആ വടി അദ്ദേഹം തയ്യാറാക്കിയിരുന്നത്. അപ്പൊ അത് 2നെയും കൂടി ചേർത്തിട്ട് വേണം പുറത്തുള്ള പഴം എടുക്കാൻ. ചിമ്പാൻസി കൂട്ടിനുള്ളിലെ ഈ 2 വടിയെടുത്തു. അതിൽ ആദ്യത്തെ വലിയ വടി ഉപയോഗിച്ചുകൊണ്ട് പഴം ഇങ്ങനെ നീക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ വലിയ വടി കൊണ്ട് നടക്കില്ലെങ്കിൽ പിന്നെ ചെറിയ വടി ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ചിമ്പാൻസി 2 വടിയെടുത്ത് ഇങ്ങനെ കളിക്കാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് ചിമ്പാൻസിയുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായത്, ഈ 2 വടിയും കൂടി ചേർത്ത് വെച്ചാൽ ഈ പഴം കിട്ടുമല്ലോ എന്ന്. അങ്ങനെ ആ ചിമ്പാൻസി 2 വടിയും കൂടി ചേർത്ത് വെച്ചു. അങ്ങനെ ഒരു വടിയാക്കി മാറ്റി, എന്നിട്ട് പുറത്തേക്ക് നീട്ടി പഴം നീക്കിയെടുത്തു. മൂന്നാമത്തെ പരീക്ഷണത്തിൽ അദ്ദേഹം ചെറിയ ഒരു മാറ്റം വരുത്തി. പഴം പുറത്ത് വെക്കുന്നതിന് പകരം കൂടിന്റെ മുകളിൽ കെട്ടിത്തൂക്കി. കൂടിന്റെ ഉള്ളിൽ ഒരു പെട്ടിയും വെച്ചു. ചിമ്പാൻസി പഴം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാടി നോക്കി, പക്ഷേ പഴം കിട്ടിയില്ല. പിന്നെ നിരാശരായിട്ട് കൂടിന്റെ ഒരു മൂലയിലിരുന്നു. അപ്പോഴാണ് കൂടിന്റെ സൈഡിലുള്ള പെട്ടി ചിമ്പാൻസി ശ്രദ്ധിക്കുന്നത്. പഴവും ഈ പെട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചു. അഥവാ പഴത്തിന്റെ താഴെ ഈ പെട്ടി കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ കയറിയിട്ട് എനിക്ക് പഴം എടുക്കാമല്ലോ എന്ന് ചിമ്പാൻസി ആലോചിച്ചു. അങ്ങനെ ആ പെട്ടി പഴത്തിന് താഴെ കൊണ്ടുവന്ന് വെച്ചു. അതിന്റെ മുകളിൽ കയറി നിന്നു, പഴമെടുത്തു, ചിമ്പാൻസി തിന്നു. നാലാമത്തെ പരീക്ഷണത്തിൽ അദ്ദേഹം പഴം കൂടിന്റെ മുകളിൽ കെട്ടിത്തൂക്കി. പക്ഷേ വലിയ ഒരു പെട്ടിക്ക് പകരം ചെറിയ 2 പെട്ടികൾ വെച്ചു. ഒരു പെട്ടിക്ക് മുകളിൽ മറ്റേ പെട്ടി വെച്ചാൽ മറ്റേ പെട്ടിയും വെച്ച് അതിന്റെ മുകളിൽ കയറി നിന്നാൽ മാത്രമേ പഴം കിട്ടുമായിരുന്നുള്ളൂ. ചിമ്പാൻസി ആദ്യം ഒരു പെട്ടി വെച്ച് അതിന്റെ മുകളിൽ കയറിയിട്ട് പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷേ പഴം കിട്ടിയില്ല. പിന്നെ ആകെ നിരാശനായി ഇങ്ങനെ കിടക്കുകയായിരുന്നു ചിമ്പാൻസി ചെയ്തത്. പക്ഷെ പെട്ടെന്നാണ് ചിമ്പാൻസി ചാടി എഴുന്നേറ്റത്. എന്നിട്ട് ഒരു പെട്ടിക്ക് മുകളിൽ മറ്റേ പെട്ടിയും വെച്ചു. അങ്ങനെ അതിന്റെ മുകളിൽ കയറി നിന്ന് പഴമെടുത്തു. ഇതാണ് നാലാമത്തെ പരീക്ഷണം. ഈ പരീക്ഷണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ആ മൃഗത്തിന് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചത് ആ സന്ദർഭത്തെ അതിന്റെ സമഗ്ര രൂപത്തിൽ വീക്ഷിക്കാൻ സാധിച്ചത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ പ്രസക്തമായ പരിസ്ഥിതി ഘടകങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കാനും സാധിച്ചത് കൊണ്ടാണ്. അഥവാ ആ സാഹചര്യത്തെ മൊത്തത്തിൽ നിരീക്ഷിച്ചു. പഴം എത്ര ഹൈറ്റിലാണ്, അവിടെ എത്താൻ എന്താണ് വേണ്ടത് എന്നൊക്കെ സമഗ്രമായിട്ട് ചിന്തിക്കുകയുണ്ടായി ആ മൃഗം. അപ്പോഴാണ് അതിന് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചത്. ആ സമഗ്ര വീക്ഷണം
മൂലമാണ് അതിന് അന്തർദൃഷ്ടി ഉണ്ടായത്. അന്തർദൃഷ്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു പരിഹാരം വരികയായിരുന്നല്ലോ, പെട്ടെന്ന് ഒരു ഉപായം അതിന്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അതിനെയാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇൻസൈറ്റ് വഴിയാണ് ഇതിന് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഇൻസൈറ്റ് എപ്പോഴാണ് വന്നത്? കുറെ ശ്രമ പരാജയങ്ങൾക്ക് ശേഷമാണ്. ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി, അതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു പരിഹാരം മനസ്സിൽ തെളിഞ്ഞു വന്നത്. അതും ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻസൈറ്റ് ഉണ്ടാവുന്നത് ശ്രമ പരാജയങ്ങൾക്ക് ശേഷമാണ്. ഈ വിഷയമായിട്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഗസ്റ്റാൾട്ട് തിയറി, ലേണിംഗ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ബൈ റിപ്പിറ്റേഷൻ, പ്രോബ്ലം സോൾവിംഗ്, ട്രയൽ ആൻഡ് എറർ, കണ്ടീഷനിങ്. ഇവിടെ മലയാളം ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ഗസ്റ്റാൾട്ട് എന്നതിന് ദഷ്ദൾത്ത് സിദ്ധാന്തം എന്നൊക്കെ എഴുതിയിരുന്നത്. അപ്പൊ ദഷ്ദൾത്ത് എന്നല്ല, അത് കാണുമ്പോൾ എന്താണത് എന്ന് നമുക്ക് മനസ്സിലാവാത്ത പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് നോക്കണം. ഗസ്റ്റാൾട്ട് എന്നാണ്. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൽ ഊന്നിയ പഠനം ഏറ്റവും ഫലപ്രദമാവുന്നത് എപ്പോൾ? ആവർത്തിച്ചു പഠിക്കുമ്പോൾ, പ്രശ്നപരിഹാരത്തിലൂടെ, ശ്രമപരാജയ രീതിയിലൂടെ, അനുബന്ധന രീതിയിലൂടെ. അപ്പൊ ഇവിടെ നമുക്കുണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഇത് ട്രയൽ ആൻഡ് എറർ രീതി അല്ലേ? ഒരു ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു, പിന്നെ മറ്റൊരു ശ്രമം നടത്തി അത് വിജയിച്ചു, അങ്ങനെയല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഗസ്റ്റാൾട്ട് തിയറിയാണ്. ട്രയൽ ആൻഡ് എറർ രീതി മുന്നോട്ട് വെച്ച തൊണ്ടൈക്കിന്റെയും അതുപോലെ കണ്ടീഷനിങ് ഒക്കെ നമുക്കറിയാം. തൊണ്ടൈക്ക് അടക്കമുള്ള ബിഹേവിയറിസ്റ്റുകളുടെ രീതിയാണ് കണ്ടീഷനിങ്. അവരാണ് അനുബന്ധനത്തെ കുറിച്ച് പറഞ്ഞത്, കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. ഇതിനെയൊക്കെ ശക്തമായി എതിർക്കുന്നവരാണ് ഗസ്റ്റാൾട്ട് തിയറിസ്റ്റുകൾ, ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ. ഇതിനൊക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, തൊണ്ടൈക്കിന്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ശരിയല്ല എന്ന അഭിപ്രായമുള്ളവരാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ. അവര് ബിഹേവിയറിസ്റ്റ് രീതിയായ കണ്ടീഷനിങ് അഥവാ അനുബന്ധനം എന്ന് പറയുന്ന രീതി അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയായ ഉത്തരം പ്രോബ്ലം സോൾവിംഗ് എന്നതാണ്. ബി എന്നതാണ് ശരിയായ ഓപ്ഷൻ. പ്രോബ്ലം സോൾവിംഗ് അഥവാ പ്രശ്ന പരിഹാരത്തിലൂടെ എന്നതാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളാണ്, ഗസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ്. നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. എന്താണ് ആ ചിത്രം? കുറെ പൂജ്യങ്ങളാണ്. പക്ഷേ കേവലം പൂജ്യങ്ങളായി മാത്രമല്ല നമുക്ക് തോന്നുന്നത്, രണ്ട് ത്രികോണങ്ങളായിട്ട് തോന്നുന്നു. ചെറിയ പൂജ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു ത്രികോണം, വലിയ 3 പൂജ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള മറ്റൊരു ത്രികോണം. യഥാർത്ഥത്തിൽ അത് ത്രികോണങ്ങളാണോ? അല്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുവാനാണ് മനുഷ്യന് താല്പര്യം. നമ്മളുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന ഇത്തരം വിവിധങ്ങളായ അംശങ്ങളെ ചേർത്തുകൊണ്ട് അർത്ഥപൂർണമായ ഒരു കാര്യമായി മനസ്സിലാക്കുവാനാണ് മനുഷ്യൻ ശ്രമിക്കാറുള്ളത്. ഇതാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അഥവാ സമഗ്ര വീക്ഷണ മനഃശാസ്ത്രജ്ഞർ അഥവാ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, നമ്മുടെ വീക്ഷണ രംഗത്തിലെ വിവിധാംശങ്ങളെ സംയുക്തവും അർത്ഥപൂർണവുമായ സമഗ്ര ക്ഷേത്രമായി നാം പുനഃസംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളെ കൺമുന്നിൽ കാണുന്ന വിവിധങ്ങളായ അംശങ്ങളെ ചേർത്തുകൊണ്ട് അർത്ഥപൂർണമായ ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്ന ആ സമഗ്ര രൂപമുണ്ടല്ലോ, ഇവിടെ ത്രികോണം എന്നൊരു സമഗ്ര രൂപം നമ്മൾ വ്യാഖ്യാനിച്ചെടുത്തിരിക്കുകയാണ്. അത് അവിടെയുള്ള അംശങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതാണ്. ശരിയാണ്, 3 പൂജ്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ 3 വലിയ പൂജ്യങ്ങൾ മാത്രമല്ലേ അവിടെ ഉള്ളൂ. അതിൽ നിന്ന് ആ 3ഉം ചേർത്ത് അതിനേക്കാൾ വളരെ വലിയ ഒരു ത്രികോണത്തെ നമ്മൾ വ്യാഖ്യാനിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് അവിടെയുള്ള ഈ 3 പൂജ്യങ്ങളെക്കാൾ അഥവാ അംശങ്ങളെക്കാൾ വളരെ വലുതാണ് നമ്മൾ വ്യാഖ്യാനിച്ചെടുത്ത ആ ത്രികോണം എന്നത്. രണ്ടാമതായിട്ട്, ഈ പൂജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മൾ വ്യാഖ്യാനിച്ചെടുത്ത ആ ത്രികോണം. അപ്പോൾ 2 കാര്യമാണ്. ഇങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്ന സമഗ്ര രൂപം അംശങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതും മിക്കപ്പോഴും വ്യത്യസ്തവുമാണ് എന്നാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഇങ്ങനെ നമ്മൾ വർഗീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് 4 നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. ഒന്നാമതായിട്ട് സാമ്യതാ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. 2 സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. മൂന്നാമത്തത് സമ്പൂരണ നിയമം, ലോ ഓഫ് ക്ലോഷർ. നാലാമത്തത് തുടർച്ചാ നിയമം, ലോ ഓഫ്
കണ്ടിന്യൂയിറ്റി. ആദ്യത്തെ നിയമം സാമ്യതാ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. ഈ നിയമം സൂചിപ്പിക്കുന്നത് നാം ഒരു ചോദക സംഘാതത്തിന്റെ അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നു എന്നാണ്. മലയാളത്തിലെ ഈ കട്ടി കാരണം ഒരുപക്ഷെ ആ പറഞ്ഞത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. സംഗതി വളരെ സിമ്പിളാണ്. അതായത് നേരത്തെ കണ്ട ആ ചിത്രം ഇതാ ഇവിടെ ഇപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നു. ഇവിടെ 2 തരത്തിൽപ്പെട്ട പൂജ്യങ്ങളുണ്ട്. വലിയ 3 പൂജ്യങ്ങളുണ്ട്, ചെറിയ കുറെ പൂജ്യങ്ങളുണ്ട്. അപ്പോൾ സമാനങ്ങളായ 2 തരത്തിലുള്ള പൂജ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സമാനങ്ങളായതെല്ലാം പരസ്പര ബന്ധിതമാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു. അതാണ് പറഞ്ഞത്. ഇവിടെ ചെറിയ പൂജ്യങ്ങൾ അവയെല്ലാം സമാനമാണ്, ഒരുപോലെയുള്ളവയാണ്. അവയെല്ലാം പരസ്പരം ബന്ധമുള്ളവയും കൂടിയാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് ആ ചെറിയ പൂജ്യങ്ങളെ എല്ലാറ്റിനെയും ചേർത്തുകൊണ്ട് ഒരു ത്രികോണമാണ് എന്ന് നമുക്ക് തോന്നാൻ കാരണം അതാണ്. അല്ലെങ്കിൽ കേവലം കുറെ പൂജ്യങ്ങൾ എന്ന് മാത്രം കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ നമുക്ക് തോന്നുന്നത്. സമാനമായതെല്ലാം ചേർത്തുകൊണ്ട് അവ പരസ്പരം ബന്ധമുള്ളവയാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ചെറിയ പൂജ്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ത്രികോണം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുത്തത്. വലിയ പൂജ്യങ്ങൾ നോക്കാം. ആ ത്രികോണത്തിന് 4 ഭാഗത്തും 3 ഭാഗത്തും 3 പൂജ്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നല്ല നമ്മൾ കാണുന്നത്. ആ 3 പൂജ്യങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു ത്രികോണം നമ്മൾ മനസ്സിൽ ഉരുത്തിരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാണ് ഈ പറയുന്നത്. സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും നാം പ്രത്യക്ഷണം ചെയ്യുന്നു. അഥവാ സമാനങ്ങളായി നമ്മൾ കാണുകയാണെങ്കിൽ അവ പരസ്പരം എന്തോ ഒരു ബന്ധമുണ്ട്, അതിനൊരു ത്രികോണമായിട്ട് നാം അങ്ങ് വ്യാഖ്യാനിച്ചെടുക്കും. അതാണ് സാമ്യതാ നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2012 കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ കുത്തുകൾ ചേർന്ന് ഒരു രൂപമുണ്ടാകുന്നുണ്ടോ? മനുഷ്യ മനസ്സിന്റെ ഏത് ഗുണമാണ് ഇവിടെ കാണിക്കുന്നത്? ഇവിടെ നേരത്തെ കാണിച്ചതുപോലെ കുറെ പൂജ്യങ്ങൾ, ഇവിടെ കുറെ കുത്തുകളാണ്. അവയാണ് ഒരേ വലിപ്പത്തിലുള്ള കുറെ കുത്തുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ സാമ്യതാ നിയമം നമ്മൾ കാണുകയുണ്ടായി. സമാനങ്ങളായി നമുക്ക് തോന്നുന്നവ പരസ്പര ബന്ധിതം കൂടിയാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് ഒരേ വലിപ്പത്തിലുള്ള കുറെ കുത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഇതൊരു ത്രികോണമാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എ എന്നതാണ് ഉത്തരം. സദൃശം അഥവാ സിമിലാരിറ്റി, ലോ ഓഫ് സിമിലാരിറ്റിയാണ് ഇവിടെ ബാധകമായിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യ മനസ്സ് ഇങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തത് ലോ ഓഫ് പ്രോക്സിമിറ്റി, സാമീപ്യ നിയമം. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിന്റെ ഭാഗങ്ങളായി നാം പ്രത്യക്ഷണം ചെയ്യുന്നു. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിന്റെ ഭാഗങ്ങളായി നാം പ്രത്യക്ഷണം ചെയ്യുന്നു. ഇവിടെ ഈ 6 വരകൾ കാണുന്നില്ലേ? പക്ഷെ അതിനെ 6 വരകളായിട്ടല്ല നമുക്ക് തോന്നുന്നത്. ഒരു ചെറിയ വരയും ഒരു വലിയ വരയും ചേർന്നുകൊണ്ട് ഒരു സെറ്റ്, അങ്ങനെ 3 സെറ്റ് വരകൾ എന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നാൻ കാരണം എല്ലാ വരകളും തമ്മിൽ ഒരേ സ്പേസ് അല്ലാത്തത് കൊണ്ടാണ്. 2 വരകൾ അടുത്ത്, ശേഷം ഒരു സ്പേസ്, പിന്നെ 2 വരകൾ അടുത്ത്, പിന്നെ ഒരു സ്പേസ്, അങ്ങനെയാണ്. അപ്പൊ 2 വരകൾ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒരു സെറ്റാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ വ്യാഖ്യാനിക്കുക എന്നാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിന്റെ ഭാഗങ്ങളായിട്ട് മനുഷ്യൻ പ്രത്യക്ഷണം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ്, അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്ന നിയമമാണ് the fact that objects that are near each other tend to be grouped together is known as. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. അടുത്തടുത്തിരിക്കുന്നവയെ ഒരു ഗ്രൂപ്പായി കാണുക, അതാണ് പ്രോക്സിമിറ്റി അഥവാ സാമീപ്യം. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്, ലൈല സോ ഹർ ഹസ്ബൻഡ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മൂവി തിയേറ്റർ. തൻ്റെ ഹസ്ബൻഡ് ഒരു തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് ലൈല കണ്ടു.
ലേറ്റർ ഷീ അക്യൂസ്ഡ് ഹിം ഓഫ് ഗോയിങ് ഫോർ മൂവി വിത്തൗട്ട് ഹെർ. അവളെ കൂട്ടാതെ മൂവിക്ക് പോയി, സിനിമക്ക് പോയി എന്ന് പിന്നീട് അവൾ അദ്ദേഹത്തോട് പരാതി പറയുകയുണ്ടായി. The assumption Leila made about her husband can be explained by which of the principles? ലൈല ഊഹിച്ചെടുത്ത ഈ ഊഹം, തൻ്റെ ഭർത്താവ് സിനിമക്ക് പോയതാണ് എന്ന് ലൈല ഊഹിച്ചെടുത്തല്ലോ, ആ ഊഹത്തെ, ആ അസംഷനെ നമുക്ക് ഏത് തത്വം ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കാൻ സാധിക്കും എന്നാണ്. പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പോസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റിയാണ്. സിനിമ തിയേറ്ററിന്റെ അടുത്ത് നിൽക്കുന്നു എന്നതാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം. അപ്പോൾ അടുപ്പം, പ്രോക്സിമിറ്റി, സാമീപ്യം, അതാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി അഥവാ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി. ഇനി നമുക്ക് പറയാനുള്ളത് ലോ ഓഫ് ക്ലോഷർ, സമ്പൂരണ നിയമം. ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ ഒരു ചിത്രം കാണുന്നുണ്ട്. അതെന്താണ്? ഉടനെ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം അതൊരു വൃത്തമാണ് എന്ന്. സത്യത്തിൽ അതൊരു വൃത്തമേ അല്ല, അത് 4 വരകളാണ്. വൃത്തമാണെങ്കിൽ അതിനിടയിൽ വിടവുകൾ ഉണ്ടാവുകയില്ലല്ലോ. പക്ഷെ ആ വിടവുകളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ അതൊരു വൃത്തമായിട്ട് സങ്കല്പിക്കുന്നു, അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെ വിടവുകളെ അടക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിനെയാണ് സമ്പൂരണ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. മനുഷ്യന്റെ മനസ്സ് അപൂർണതകൾ കണ്ടാൽ വ്യാകുലമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അക്കാരണത്താൽ തന്നെ വിടവുകൾ അടക്കാനുള്ള പ്രവണത മനുഷ്യൻ കാണിക്കുന്നു. ഇതിനെ ലോ ഓഫ് പ്രാഗ്നൻസ് എന്നാണ് വിവക്ഷിക്കുന്നത്. അപ്പൊ സമ്പൂരണ നിയമം എന്നാൽ ക്ഷേത്ര ചിത്രീകരണത്തിനു വേണ്ടി നമ്മൾ ചിത്രത്തിൽ തുറന്നു കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവണത, അതായത് വിടവുകളെ അടക്കുന്ന പ്രവണത കാണിക്കുമെന്നാണ് സമ്പൂരണ നിയമം പറയുന്നത്. ഒരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന 5 വരകൾ ഒരു വീട് പോലെയാണ് തോന്നുന്നത്. പഠനത്തിലെ സമഗ്രതാ സിദ്ധാന്തത്തിലെ ഏത് നിയമമാണ് ഈ ഒരു പ്രതിഭാസത്തെ കുറിച്ച് വിവരിക്കുന്നത്? 5 വരകളാണ്. അവ പരസ്പരം തൊട്ടിട്ട് പോലുമില്ല. അപ്പൊ ഈ 5 വരകൾ നമുക്കൊരു വീട് പോലെ തോന്നുന്നു. അതിന് കാരണം എന്താണ് എന്നാണ്. അപ്പോൾ പരസ്പരം ടച്ച് ചെയ്യുക പോലും ചെയ്യാത്ത 5 വരകളെ ഒരു വീട് പോലെ നമുക്ക് തോന്നുന്നുവെങ്കിൽ, ഇങ്ങനെ അല്ലല്ലോ വീട് വരയ്ക്കുന്നത്, പക്ഷെ എന്നിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു, അത് സമ്പൂരണ നിയമമാണ്, ലോ ഓഫ് ക്ലോഷർ ആണ്. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. 4-മത്തത് ലോ ഓഫ് കണ്ടിന്യൂയിറ്റി, തുടർച്ചാ നിയമം. ഇപ്പോൾ ചിത്രത്തിലേക്ക് നോക്കുക. അത് ഫ്രേസറുടെ സ്പൈറൽ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അതൊരു സ്പൈറൽ അല്ല, കുറെ ഏകകേന്ദ്ര വൃത്തങ്ങളാണ്. ഒരൊറ്റ സെൻട്രലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വൃത്തങ്ങളാണ് അതെല്ലാം. പക്ഷേ തുടർച്ചാബോധം കിട്ടാനായി അതിനെ ഒരു സ്പൈറലായി സങ്കല്പിക്കാനാണ് മനുഷ്യർ ഇഷ്ടപ്പെടുക. ഇതാണ് തുടർച്ചാ നിയമം പറയുന്നത്. പ്രത്യേക ഘടകങ്ങളെ നമുക്ക് അർത്ഥപൂർണമായ ഒരു തുടർരേഖയോ രൂപമാതൃകയോ കിട്ടാൻ പാകത്തിൽ നാം ശൃംഖലനം ചെയ്യുന്നുവെന്നാണ് തുടർച്ചാ നിയമം അഥവാ ലോ ഓഫ് കണ്ടിന്യൂയിറ്റി സൂചിപ്പിക്കുന്നത്. ഗസ്റ്റാൾട്ട് തിയറിയുടെ വിദ്യാഭ്യാസപരമായ പ്രസക്തി എന്താണ് എന്നാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്. ഗസ്റ്റാൾട്ട് തിയറി അഥവാ സമഗ്ര വീക്ഷണ സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, നമ്മൾ പഠിപ്പിക്കുമ്പോൾ നീങ്ങേണ്ടത് സമഗ്ര രൂപത്തിൽ നിന്ന് അംശങ്ങളിലേക്കാണ്. കാരണം സമഗ്ര രൂപം അംശങ്ങളുടെ തുകയേക്കാൾ വലുതാണ്. അഥവാ ഒരു പാഠ്യവസ്തുവിനെ നമ്മൾ പഠിപ്പിക്കും, അഥവാ ഒരു പാഠം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ആ പാഠത്തെ പല ഭാഗങ്ങളാക്കി വേർതിരിച്ച് ഓരോ ഭാഗത്തെയും വെവ്വേറെയായിട്ട് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പഠിപ്പിക്കുമ്പോൾ പാഠ്യവസ്തുവിൻ്റെ അഥവാ പാഠത്തിൻ്റെ പൂർണ്ണമായ ഒരു ഉൾക്കാഴ്ച കുട്ടിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പാഠത്തിൻ്റെ ഒരു സംക്ഷിപ്തം ആദ്യം കുട്ടിയുടെ മുന്നിൽ അവതരിപ്പിക്കണം. അങ്ങനെ ആ മൊത്തം പാഠത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം അഥവാ ഒരു സമഗ്ര രൂപം കുട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് ആ പാഠത്തെക്കുറിച്ചുള്ള നല്ലൊരു ഉൾക്കാഴ്ചയുണ്ടാകും. അതിനുശേഷം പാഠഭാഗങ്ങളെ പലതായിട്ട് വേർതിരിച്ച് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഉദാഹരണമായിട്ട് ഒരു പുഷ്പഭാഗങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിപ്പിക്കുന്നെങ്കിൽ ആദ്യം
ഒരു പുഷ്പം കുട്ടികളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അതൊരു സമഗ്രമായ രൂപമാണ്. ആ പുഷ്പത്തിന്റെ പൂർണ്ണമായ സമഗ്രമായ രൂപമാണത്. ആദ്യം അത് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് പുഷ്പത്തിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ട് പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് ദളങ്ങളെ കുറിച്ച് പഠിപ്പിക്കാം, അങ്ങനെ മറ്റു ഭാഗങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കാം. ആദ്യം പുഷ്പം പ്രദർശിപ്പിക്കണം. അതിനെയാണ് സമഗ്ര രൂപത്തിൽ നിന്ന് അംശങ്ങളിലേക്ക് എന്ന രീതിയിലാണ് നമ്മൾ പഠനത്തിൽ ചലിക്കേണ്ടത് എന്നതാണ് ഈ ജസ്റ്റാർട്ട് സൈക്കോളജി അല്ലെങ്കിൽ ജസ്റ്റാർട്ട് തിയറി പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് സമായോജിത സമീപനം. ഒരു വിഷയത്തിന്റെ ഉള്ളടക്കം ഒറ്റപ്പെട്ട വസ്തുതകളുടെ സമാഹാരമായി കാണരുത്, അവയെ ഒരു സമഗ്ര രൂപമായിട്ട് മനസ്സിലാക്കണം. ഈ രീതിയിൽ പാഠ്യപദ്ധതിയിലെ എല്ലാ വിഷയങ്ങളും പ്രവർത്തനങ്ങളും ഏകത്വവും ഒത്തിണക്കവും പ്രദർശിപ്പിക്കണം. മൂന്നാമത്തത് അഭിപ്രേരണ സൃഷ്ടിക്കൽ. അധ്യാപകൻ കുട്ടിയിൽ ജിജ്ഞാസയും താല്പര്യവും അഭിപ്രേരണയും ജനിപ്പിക്കണം. ഓരോ പ്രവർത്തനത്തിന്റെയും അന്തിമ ലക്ഷ്യവും പ്രത്യേക ഉദ്ദേശങ്ങളും വ്യക്തമാക്കിയിരിക്കണം. നാലാമത്തത് ധാരണക്ക് നൽകുന്ന ഊന്നൽ. ആഴത്തിലുള്ള പഠനത്തിന് യാന്ത്രികമായ ആവർത്തനമോ കണ്ണടച്ചുകൊണ്ടുള്ള ക്രമീകൃത പ്രവർത്തനങ്ങളോ പോരാ. വേണ്ടത് പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയും ഉൾക്കാഴ്ചയുമാണ്. ഉൾക്കാഴ്ചയിലൂടെയുള്ള പഠനം സമയവും ഊർജവും ലാഭിക്കാൻ സഹായിക്കും. അഞ്ചാമത്തത് പ്രശ്ന നിർദ്ധാരണ സമീപനം. ഈ സിദ്ധാന്തം ഊന്നി പറയുന്നത് നിരീക്ഷണശേഷിയും ചിന്തനശേഷിയും പ്രയോഗിക്കാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണമെന്നാണ്. പഠിതാക്കളെ അഥവാ വിദ്യാർത്ഥികളെ അറിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന അന്വേഷകരുടെ സ്ഥാനത്താണ് നാം പ്രതിഷ്ഠിക്കേണ്ടത്. അപഗ്രഥനം, പ്രശ്ന നിർദ്ധാരണം തുടങ്ങി ഉയർന്ന ശാസ്ത്രീയ പ്രക്രിയകൾ പ്രയോജനപ്പെടുത്തി അറിവ് സ്വയം കണ്ടെത്താൻ അവരെ നമ്മൾ സഹായിക്കണം.